ഹായ് മക്കളെ, സൈലത്തിൽ നിന്ന് അമീൻ സാറാണ്. ഒരുപാട് കാലത്തിന് ശേഷമായിരിക്കും നമ്മൾ ഇങ്ങനെ ഒന്ന് ഇരിക്കുന്നത്. മക്കളെ, ഞാൻ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എൻ്റെ മക്കളെ കാണണം. കാരണം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറയാനാണ്. ഏകദേശം നിങ്ങൾക്കറിയാം, നമ്മളൊരു ഏപ്രിൽ മെയിലൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ 9ാം ക്ലാസ്സിലെ ബുക്ക് മാറുന്നുള്ള അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു ജൂണൊക്കെ ആയപ്പോൾ തന്നെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കാനുള്ള ടെൻഡൻസിയിലേക്ക് എത്തിയത്. അന്ന് അടിപൊളിയായിരുന്നു. നമുക്കറിയാം അന്ന് ബുക്ക് മാറുകയാണ്, ബുക്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റങ്ങളുണ്ട്, ടഫാണെന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നു. അന്ന് നന്നായിട്ട് പഠിച്ചു, ഷാറാക്കി മാറ്റി, അടിപൊളിയായിട്ട് പോയിരുന്നു. അങ്ങനെയാണ് ഓൺ എക്സാം നമ്മൾ എഴുതിയത്. ഓൺ എക്സാമൊക്കെ അടിപൊളിയാക്കി, നല്ല മാർക്കൊക്കെ വാങ്ങി, ഷാറാക്കി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഓൺ എക്സാം കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം ഡിസംബർ 9ാം തീയതി നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിനേഷനിൽ കടക്കാൻ വേണ്ടി പോവാണ്. സാറേ, ക്രിസ്മസ് എക്സാമിനേഷൻ അല്ലേ, വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ. കാരണം ഇനി 10ാം ക്ലാസ് ഞങ്ങൾ നന്നായിട്ട് നോക്കിയാൽ മാത്രം പോരെ. 10ാം ക്ലാസ് അല്ലേ ഞങ്ങൾ ഏറ്റവും മെയിൻ എന്ന് ആലോചിക്കുന്ന മക്കളുണ്ടാവും. മക്കൾ, ഞാനൊരു കാര്യം മാത്രം ചോദിക്കുകയാണ്, എൻ്റെ മക്കൾക്ക് അതിന് ആൻസർ എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഒരു കാര്യം ചോദിക്കട്ടെടാ, ഓൺ എക്സാമിന് പഠിച്ചതുപോലെയാണോ, അല്ലെങ്കിൽ ഓൺ എക്സാമിന് പഠിച്ച അത്രയെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ ക്രിസ്മസ് എക്സാമിന്? ഒരുപാട് ചാപ്റ്ററുകൾ കടന്നു പോയിട്ടുണ്ട്. ഹിസ്റ്ററിയിൽ മാത്രം നോക്കുകയാണെങ്കിൽ 3ാമത്തെ ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്റർ, 7ാമത്തെ ചാപ്റ്റർ, ഇത്രയും ചാപ്റ്റർ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിനുണ്ട്. ഹിസ്റ്ററിയിൽ മാത്രം കേട്ടോ, ഇതേപോലെ സോഷ്യലും ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മാത്സിലും ഉണ്ട് ഇതേപോലെ ഒരുപാട് ചാപ്റ്റേഴ്സ്. ഇതിനൊക്കെ നോട്ട് നിങ്ങളെ കയ്യിലുണ്ടോടാ? ആലോചിച്ച് നോക്കുക. ഡിസംബർ 9ാം തീയതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇനി 10 ദിവസം പോലും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അത്രമാത്രം ദിവസമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, അടുത്ത പ്രാവശ്യം SSLC ആണ്. SSLC നല്ല ബാച്ചിലേക്ക് അഡ്മിഷൻ കൊടുക്കാറ് എപ്പോഴാണ് നമുക്കറിയാം. ഈ ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്ക് അടിസ്ഥാനത്തിലാണ് എല്ലാ മക്കളെയും അടുത്ത വർഷത്തെ ഏറ്റവും നല്ല ക്ലാസ് തിരഞ്ഞെടുക്കുക. എൻ്റെ മക്കൾ ആ ബാച്ചിൽ പെടുമോ? മക്കൾ, എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നോട്ട് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഓർമ്മ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ബുക്കുകൾ മറച്ച കാലം മറന്നു പോയിട്ടുണ്ട്, രാത്രികളിൽ ഇരുന്ന കാലഘട്ടം മറന്നു പോയിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ മക്കളിൽ ഇല്ലാണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേപോലെ ഞങ്ങളെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞ സമയമുണ്ട് മക്കളോട്, മക്കളെ സമയമായി. ആ സമയമായപ്പോഴാണ് എൻ്റെ മക്കളുടെ അടുത്തേക്ക് ഞാൻ വന്നിരിക്കുന്നത്. മക്കളെ, ഇനി നമുക്ക് പഠിച്ചിരിക്കണം. ഇനി പഠനം മുന്നോട്ട് കൊണ്ടുപോയാലേ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, ഇന്ന് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് A+ നേടും. ഞാനൊരു കാര്യം ചോദിക്കട്ടെടാ, നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സ് എല്ലാം ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞാലോ? ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾ തന്നാലോ? വേണമെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ മക്കളെ. നിങ്ങൾക്ക് മാത്സിൻ്റെ ഷോർട്ട് നോട്ട്, അതേപോലെ തന്നെ നിങ്ങളുടെ സോഷ്യൽ സയൻസിൻ്റെ ഷോർട്ട് നോട്ട്, ഫിസിക്സിൻ്റെ ഷോർട്ട് നോട്ട്, കെമിസ്ട്രിയുടെ ഷോർട്ട് നോട്ട്, എല്ലാത്തിനും ഷോർട്ട് നോട്ട്, ഷോർട്ട് ക്ലാസ് തന്നാലോ? വേണം എൻ്റെ മക്കൾക്ക്. ഇതിൻ്റെ നോട്ടുകൾ മൊത്തം നിങ്ങൾ സ്ലൈഡ് രൂപത്തിൽ തന്നാലോ? വേണം എൻ്റെ മക്കൾക്ക്. മക്കളെ, ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളുടെ നിഞ്ച ബാച്ച്. നിങ്ങൾക്കറിയാം, നിഞ്ച ബാച്ചിൽ ഇതാ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇനി അങ്ങോട്ടേക്കുള്ള ക്രിസ്മസ് റിവിഷൻ ക്ലാസ് പോലെ ക്ലാസ്സുകൾ നടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എല്ലാ ചാപ്റ്ററും ഷോർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. മക്കളെ, നിങ്ങൾക്ക് ലാസ്റ്റ് ചാൻസ് ആണ്, ഇനി അങ്ങോട്ടേക്ക് ചാൻസ് ഇല്ല. നമുക്കറിയാം, 10ാം ക്ലാസ് എത്തിയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കൂല മക്കളെ. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ സുഹൃത്തുണ്ട്, എനിക്കറിയാം 9 എന്തോ ആക്കോട്ടെ 10ാം ക്ലാസ് നന്നായിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ 10ാം ക്ലാസ്സിൽ അവന് കിട്ടിയ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പഠിക്കുന്ന ക്ലാസ് ഒന്നല്ല. സോ എൻ്റെ മക്കൾ അതിലേക്ക് പെടരുത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ വന്നിട്ട് മക്കളെ സമയമായി എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. മക്കളെ, കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ഞാൻ വെറുതെ പറയല്ല കേട്ടോ. കാരണം കഴിഞ്ഞ വർഷത്തെ ലൈവ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ കുട്ടികൾ 52,000 വ്യൂസ് വന്ന ഒരു ചാനൽ തന്നെയാണ് നമ്മളെ സൈലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതേ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ആപ്പിൽ ക്ലാസ് എടുക്കുകയാണ്. അതും വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് അടിപൊളിയാക്കാൻ പറ്റുക അത്രത്തോളം അടിപൊളിയാക്കി ക്ലാസ് എടുക്കുകയാണ്. അതും കൃത്യമായിട്ടുള്ള ഒരു സ്ലൈഡ് വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട നോട്ട് വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. മക്കളെ, ഇനിയും നിങ്ങൾ അതിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ്. മക്കളൊന്ന് കയറി നോക്ക്. കയറിയവർക്കറിയാം എങ്ങനെയാണ് നമ്മളെ നിഞ്ച ബാച്ചിനെ കുറിച്ചുള്ളത്. എല്ലാ ക്ലാസ്സുകളും അടിപൊളിയായിട്ട് അവരൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടോ. അവർ 7ാമത്തെ ചാപ്റ്ററൊക്കെ ഹിസ്റ്ററിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അവർക്ക് റിവിഷൻ ക്ലാസ്സുകൾ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. സോ എൻ്റെ മക്കൾക്ക് പറഞ്ഞവരാണ്, നിങ്ങൾ അവിടേക്ക് എത്തണം. എൻ്റെ മക്കൾ അവിടെ എത്തിയിട്ട് നമുക്ക് ഒരുമിച്ച് അടിപൊളിയായിട്ട് അടുത്ത വർഷത്തെ 10ാം ക്ലാസ് നമുക്ക് അടിപൊളിയാക്കേണ്ടതാണ്. സോ ഏതെങ്കിലും മക്കൾ ഇനി നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ചാൻസ് ആണ്. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ലാസ്റ്റ് ചാൻസ് ഇവിടെ കിടക്കുകയാണ്. മക്കളെ, ഒന്ന് വിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ ആ ആപ്പിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് നോക്ക്. നിങ്ങളുടെ മാറ്റം അവിടെ വെച്ച് കാണാം. സോ വെൽക്കം ടു
നിഞ്ച ഫാമിലി നമുക്ക് അടിപൊളിയായിട്ട് അവിടെ പഠിക്കാം.